ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ. യേശുവിൽ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവിക സംരക്ഷണത്തെ പറ്റിയാണ്. നമ്മളെ ഈശോയ്ക്ക് ദൈവിക സംരക്ഷണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരനുഭവമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണമാണ് നമ്മൾ ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഈ ഈശോയുടെ തിരുരക്തം നമുക്ക് സംരക്ഷണം. ഈശോയുടെ തിരുരക്തം എനിക്ക് സംരക്ഷണം. ജീസസ് യുവർ ബ്ലഡ് ഈസ് അവർ പ്രൊട്ടക്ഷൻ. യേശുവിൻ്റെ തിരുരക്തം നമുക്ക് സംരക്ഷണം. അപ്പം ഈ ഒരു പ്രാർത്ഥന നമ്മൾ ദിവസവും നമ്മളെ തന്നെ കുരിശ് വരച്ച് ആവർത്തിച്ച് ചൊല്ലുക. നമ്മുടെ മക്കളെ കുരിശ് വരച്ച് ആവർത്തിച്ച് ചൊല്ലുക. അവരോടും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുക. ജീസസ് യുവർ ബ്ലഡ് ഈസ് അവർ പ്രൊട്ടക്ഷൻ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങൾക്ക് സംരക്ഷണം. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങൾക്ക് സംരക്ഷണം. ഒപ്പം തന്നെ സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണം എന്ന ആ അധ്യായം നമ്മൾ ബൈ ഹാർട്ടാക്കുകയോ ദിവസവും വായിച്ച് നമ്മൾ നമ്മുടെ ജീവിത ശൈലികൾ ആരംഭിക്കാം, നമ്മുടെ ജോലികൾ ആരംഭിക്കാം. നമ്മൾ വിദ്യാലയത്തിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു സംരക്ഷണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പോവുക. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ഈ ഒരു സംരക്ഷണ പ്രാർത്ഥനകൾ നമ്മളെ നയിക്കും. ഈ വചനം നമ്മളെ പൂർണ്ണമായും നയിക്കും. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായത്, എൻ്റെ തല ഒരു ഇരുമ്പ് പോലുള്ള ഒരു സംഭവത്തിൽ പോയി ഇടിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടിയിലത് തുളഞ്ഞകത്തേക്ക് കയറാമായിരുന്നു. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് മുട്ടി. അത് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം കൊണ്ട് മാത്രം അത് മുറിപ്പെട്ടില്ല. ഒപ്പം തന്നെ ആ ദിവസം തന്നെ ഉണ്ടായൊരു മറ്റൊരു കാര്യമാണ്, ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഫുഡ് ചവച്ച് അരച്ചാണല്ലോ കഴിക്കുന്നത് സാധാരണ. പക്ഷേ എന്നിട്ടും ഈ ഭക്ഷണത്തിൽ നിന്ന് പുറത്തുനിന്ന് മേടിച്ച ഒരു ഭക്ഷണമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു മീൻമുള്ള് പോലത്തെ ഒരു സംഭവം കിട്ടി. പക്ഷെ അത് ഇറങ്ങിപ്പോകാതെ തന്നെ ദൈവം പ്രത്യേകമായിട്ടത് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിനും അത്തരത്തിലുള്ള പലതരത്തിലുള്ള സംരക്ഷണങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതലും യേശുവിൻ്റെ തിരുരക്തം വെച്ചുള്ള സംരക്ഷണ പ്രാർത്ഥന ചൊല്ലുക. അതുപോലെ തന്നെ ഒപ്പം തന്നെ സങ്കീർത്തനം 91 വായിക്കുക. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നമുക്ക് നൽകും. ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നമ്മളിൽ അതിനെ പറ്റി ഇന്ന ഒരു അപകടം ഉണ്ട് എന്ന് നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കി തരും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നു. എന്തോ ഒരു അപകടം വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചന നൽകിയിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. എന്നുവെച്ചാൽ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചതാണ്. പക്ഷേ ആ കഴിച്ച ഫുഡിൽ ഇങ്ങനെ ശരിക്കും ബിരിയാണിയാണ് കഴിച്ചത്. അപ്പം ആ കഴിച്ച ഫുഡിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ നേർത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മൾ ചവച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല. പക്ഷെ അത് വിഴുങ്ങിയപ്പോഴാണ് അതിങ്ങനെ കൂർത്തൊരു സംഭവം. അപ്പോൾ അതിങ്ങനെ അങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പം ഞാൻ പോലും ഞെട്ടിപ്പോയി. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു അപകട സൂചന ഇങ്ങനെ തന്നപ്പോൾ എനിക്കത് കറക്റ്റ് മനസ്സിലായില്ല. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം തന്നെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ ഈ ദൈവിക സംരക്ഷണ പ്രാർത്ഥന നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉരുവിടുക, എണീക്കുമ്പോഴും ഉരുവിടുക. അപ്പം നമ്മളത് ഈ സങ്കീർത്തനം 91 ബൈ ഹാർട്ടാക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. സങ്കീർത്തനം 91 അതുപോലെ തന്നെ ഇപ്പം തിരുരക്തത്തിൻ്റെ പ്രാർത്ഥനയും യേശുവിൻ്റെ തിരുരക്ത പ്രാർത്ഥനയും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ.